ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ചോറ് ഞാൻ തലേദിവസം തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീന് ഇതെന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. തലേദിവസം വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതും ഐസ് മാറാൻ വേണ്ടി ആദ്യമേ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലികൾ തീർക്കണം. നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇന്ന് ജോലിയൊക്കെ ചെയ്ത് പോയി നോക്കാം. എല്ലാം ഒരു ഓർഡറിലാണ് ഞാൻ ചെയ്തത് കേട്ടോ ഇന്നത്തെ ദിവസം. പൊതുവേ ഞാൻ ജോലിയൊക്കെ ഏകദേശം ആയതിനു ശേഷമായിരിക്കും മിക്കവാറും തുണി അലക്കാനായിട്ട് ഇടുന്നുണ്ടാവുക. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ആദ്യമേ അതെടുത്തങ്ങ് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ ജോലിയും അവിടെ നടന്നോളും, അതിൻ്റെ കഴുകലും അവിടെ നടന്നോളും. എന്നിട്ട് ഞാൻ പാലെടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആദ്യമേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. ഇന്ന് എന്തൊക്കെ ഫുഡ് വയ്ക്കുന്നുണ്ടോ അതിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇന്ന് സാമ്പാറും വെക്കണം, ഒരു തോരനും വെക്കണം, മീനും വെക്കണം. അപ്പോൾ സാമ്പാറാകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, പിന്നെ ഉച്ചയ്ക്കും രാത്രിയത്തേക്കൊക്കെ നമുക്ക് സാമ്പാറാകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ പച്ചക്കറി അരിഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പരിപ്പ് ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് കുക്കറിലാക്കി അതിനെ ഞാനങ്ങ് അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ഞാൻ അപ്പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മിക്കവാറും പണി കിട്ടുന്നൊരു സംഭവമാണ് ഈ പാല് വെക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പച്ചക്കറി നമ്മൾ വാങ്ങിയിട്ട് വരുന്ന ആ സമയത്ത് തന്നെ നല്ലോണം വാഷ് ചെയ്ത് ഉണക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാടിട്ട് വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ആദ്യം കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റി അവിടെ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയെല്ലാം ഒഴിച്ചെടുത്ത് കൊണ്ടുപോയൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിന്ന് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒന്നും പാടില്ല. എന്നാലും നമുക്ക് സമയമില്ലാത്തപ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ മറന്ന് നമ്മളങ്ങനെ കുടിക്കും എന്നുള്ളതാണല്ലേ. എന്നിട്ട് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തോലൊക്കെ ചെത്തി കളഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഞാൻ പച്ചക്കറിയെല്ലാം നല്ലോണം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം പച്ചക്കറി കട്ട് ചെയ്യും, എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പരിപ്പ് വേവിക്കാൻ വേണ്ടി നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റായി പോകുമല്ലോ. മുന്നേ എനിക്ക് ഫുഡൊക്കെ വെക്കാൻ ഒരുപാട് സമയം എടുക്കുമായിരുന്നു കേട്ടോ. കാരണം ഇതാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കും. പക്ഷേ ഇപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ നല്ല സ്പീഡിൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ സമയമായപ്പോഴേക്കും നമ്മുടെ പരിപ്പും എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആവി കളഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്തു. അപ്പോഴേക്കും മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി തട്ടി വെച്ചിരുന്ന കുപ്പിയിലുണ്ടായിരുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ആ കുപ്പിയിൽ വീണ്ടും തട്ടി വെക്കില്ല, വേറൊരു പുതിയ കുപ്പി എടുത്തിട്ട് അതിലാണ് പിന്നെ പൊടി തട്ടി വെക്കുന്നത്. നമ്മുടെ ഷെൽഫൊക്കെ തുറക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽസ് കാണാൻ പറ്റും. എന്നിട്ട് സാമ്പാർ വേവിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ കേബേജ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഈ ചോപ്പറുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹെൽപ്പാണ്. നമ്മൾ നിന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം പോകും. നല്ല സ്പീഡിൽ അരിയുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതങ്ങനെ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിതുപോലെ ചോപ്പറിലാണ് തോരൻ്റെ സംഭവങ്ങളെല്ലാം വെക്കാറുള്ളത്. ഒരാൾ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. എന്നിട്ട് ഞാൻ കേബേജ് എളുപ്പപ്പണിയിലാണ് വെക്കുന്നത് കേട്ടോ. അതായത് എല്ലാം കൂടെ ഒന്നിച്ച് ആദ്യമേ ഇട്ടതിന് ശേഷമാണ് ഞാൻ അടുപ്പത്തെടുത്ത് വെച്ചേക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ കേബേജ് സാധാരണ നമ്മൾ കേബേജ് വേവിച്ചിട്ടാണല്ലോ തേങ്ങയൊക്കെ തട്ടാറുള്ളത്. അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ വെക്കുന്നതിനാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം വെയിലൊക്കെ വന്നിട്ടുണ്ട് പുറത്ത്. ഒരു തുണി കൊണ്ടുപോയി വിരിക്കണം. അപ്പോൾ അതിന് മുന്നേ അപ്പോൾ അത്രയും സമയം ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ചു. നമ്മുടെ കിച്ചണിന് ഏറ്റവും കൂടുതൽ നീറ്റ്നെസ് തോന്നുന്നത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അതായത് നമ്മൾ പാത്രങ്ങൾ വാരി ആ സിങ്കിൽ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇപ്പോൾ നമ്മുടെ സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ക്ലീൻ ആയിട്ടൊരു ഫീല് വരില്ല. ഞാൻ കൂടെ വാരി വലിച്ചിട്ട പോലെ ഒരു ഇതായിരിക്കും കിടപ്പുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ കഴുകി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ചോറ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വാർത്തെടുക്കാം. അതേ സമയത്ത് ഞാനിവിടെ തോരൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കിച്ചണിൽ പൊതുവേ നമ്മൾ മൾട്ടി ടാസ്ക് ആണല്ലോ ചെയ്യാറുള്ളത്. ഒരു കാര്യം അവിടെ ചെയ്ത് പകുതിയാക്കിയിട്ട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ പാത്രം കഴുകിയതൊക്കെ കൊണ്ടുപോയി ഒതുക്കി വെച്ചതിന് ശേഷം മീനിവിടെ അറുത്തെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. മീൻ അപ്പോഴേക്കും ഐസൊക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുന്നേ എനിക്കിതായിരുന്നു കേട്ടോ പരിപാടി. എല്ലാ ജോലിയും തീർന്നതിന് ശേഷം മീനെടുത്ത് വെള്ളത്തിലിടും. പിന്നെ അത് ഐസ് മാറി വരാൻ വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ എടുത്തിട്ടപ്പോഴേക്കും അതിൻ്റെ കാര്യം അവിടെ ആയിട്ടുണ്ട്. മീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല, അത് ഹസ്ബൻഡ് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. അങ്ങനെ മീനും എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ രാവിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കാൻ നിന്നത്. കറി ഓൾറെഡി നമുക്ക് സാമ്പാർ ആയിട്ടുണ്ട്. ഇനി അത് കടുക് കൂടെ വറുത്ത് ഒഴിച്ചാൽ മതിയാവും.
ഇവിടെ അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തേങ്ങ അരച്ചങ്ങനെ സാമ്പാർ വെച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കഴിച്ചിട്ടുമില്ല ഞാൻ ആ സാമ്പാർ. എല്ലായിടത്തും ഈ സദ്യ സാമ്പാറാണ് കേട്ടോ വെക്കാറ്. ഇപ്പോൾ പിന്നെ ഈ യൂട്യൂബൊക്കെ വന്ന് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ വെക്കാറുള്ളത്. അങ്ങനെ സാമ്പാറിൽ കടുകൊക്കെ വറുത്തൊഴിച്ചതിന് ശേഷം ഒരു മുട്ട കൂടെ എടുത്ത് വറുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അത് ചോറ്റ് പാത്രത്തിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ തുണിയൊക്കെ എടുത്ത് വിരിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അവിടെ അച്ഛനും മോനും ഞാൻ മേളിൽ കയറുമ്പോൾ എൻ്റെ കൂടെ കയറിയിട്ടുണ്ടാവും. അവിടെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ് കേട്ടോ പരിപാടി. അപ്പോഴേക്കും ആൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് പാത്രത്തിലേക്ക് നമ്മുടെ ചോറും തോരനും മീൻ വറുത്തതും കുറച്ച് അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും പിന്നെ മുട്ട വറുത്തതും സാമ്പാറും എല്ലാം കൂടെ പാക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ മോന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. മോനുള്ള ഫുഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത്. ആൾക്ക് പലപ്പോഴും പല സ്വഭാവമാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കും, ചിലപ്പോൾ കഴിക്കാണ്ട് പിന്നെ കളിച്ചിട്ട് കിടക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം അവനെ അങ്ങ് കഴിച്ച് അവൻ്റെ വിശപ്പൊക്കെ മാറ്റി അവിടെ സെറ്റാക്കി ഇരുത്തിക്കോളും. എന്നിട്ട് നമ്മൾ കഴിക്കും. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിക്കാണ് ഞാനിപ്പോൾ തല ചെയ്യി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞിനെക്കാളും കഷ്ടമാണ് ചില സമയത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഏറ്റവും കൂടുതൽ ജോലിയും ഈ മനുഷ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് വരെയാണ് കേട്ടോ. ഇനി നോക്കാൻ പോലും ഇത്രയും പാടില്ല. മോൻ അച്ഛൻ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ തന്നെ മോൻ അറിയാം കേട്ടോ അച്ഛൻ പോകാനാണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ എൻ്റെ കയ്യിലോട്ട് പിന്നെ വരുന്നതൊക്കെ കുറച്ച് കുറവാണ്. എന്തായാലും പിണങ്ങാണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ നമ്മൾ ഗേറ്റൊക്കെ അടച്ച് നേരെ റൂമിലോട്ട് വിട്ടു. കാരണം രാവിലെ എഴുന്നേറ്റ് നേരെ ചെന്നങ്ങ് കിച്ചണിൽ കയറുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എഴുന്നേൽക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ബെഡ് വിരിച്ചിട്ടാൽ നമ്മുടെ ബെഡൊക്കെ നല്ലോണം നീറ്റായിട്ട് കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് ചവിട്ടിയൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റത്ത് കുറച്ച് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതത്രയൊന്ന് അടിച്ചൊതുക്കിയിട്ടാൽ നമ്മുടെ വീട് നല്ലോണം വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി വെയിൽ വന്നതൊന്നും നോക്കിയില്ല, അങ്ങ് മുറ്റം അടിച്ചു. പൊടി നല്ലോണം പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാസ്ക് എടുത്ത് വെക്കാൻ വേണ്ടി അകത്ത് പോയി മാസ്ക് എടുക്കണല്ലോ എന്നുള്ള മടി കാരണം ഈ പൊടിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. മോനെ എത്ര മാറ്റി നിർത്തിയാലും അവൻ മാറി നിൽക്കില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നോ അതിൻ്റെ അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിച്ചൊക്കെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ പൊടി ഇച്ചിരി പ്രശ്നമാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്ക് പിന്നെ അങ്ങനെ പൊടി അലർജിയൊന്നുമില്ല, എന്നാലും മാക്സിമം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മളെ വീട് എത്ര ഒതുക്കിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റവും കൂടെ ഒതുക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയാ, ഒരു വൃത്തിയില്ലായ്മ തോന്നാറില്ലേ. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ റബ്ബർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഇല ഇങ്ങനെ വീഴുന്നത്. അത് കറക്റ്റായിട്ട് കാറ്റ് ഇങ്ങോട്ട് തന്നെ എല്ലാ ഇലയും കൊണ്ടുവന്നോളും, വേറെ എങ്ങോട്ടും കൊണ്ടുപോകില്ല. മരം നിൽക്കുന്നത് റോഡിനപ്പുറമാണെങ്കിലും അതിൻ്റെ ശാഖകളെല്ലാം ഇങ്ങോട്ടാണ് കേട്ടോ. അതിൻ്റെ പച്ചിലയും പഴുത്തതും പിന്നെ അതിൻ്റെ കായും പൂവും തണ്ടും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ വീടിനകത്തേക്കാണ്. എനിക്ക് തറയോടിട്ട മുറ്റം അടിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മണ്ണിൻ്റെ മുറ്റമൊക്കെ അടിക്കുന്നത്. നിങ്ങൾക്ക് തറയോടാണോ മണ്ണിട്ട മുറ്റമാണോ ഇഷ്ടമാണെന്നുള്ളത് പറയണം കേട്ടോ. പൊടി കൂടുതലും പിന്നെ മഴ വരുന്ന സമയത്ത് ചളിയാവും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും മണ്ണിൻ്റെ മുറ്റം എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ നമ്മുടെ റബ്ബറിൻ്റെ ശല്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴേക്കും അടുത്ത സൈഡിൽ നമ്മുടെ അയണിയും പിന്നെ എന്താ അതിൻ്റെ പേര് ആകണിയോ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അടുത്ത പറമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ശാഖകളും എല്ലാം ഈ വീട്ടിലത്തേക്ക് തന്നെയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ സൈഡിൽ കിട്ടാറുണ്ട് കേട്ടോ. പറഞ്ഞു വന്നത് നമുക്ക് മുറ്റം അടിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെന്തായാലും മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ 2-3 നിൽപ്പുണ്ട്, എന്നാലും അത് ഇത്രയും വലിയ ശല്യമൊന്നുമില്ല. ഈ സൈഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പുഴുവും ഒക്കെ വരുന്നത്, അട്ട വരുന്നതും ഒക്കെ ഈ സൈഡിൽ നിന്നാണ്. കാരണം അവിടെയൊക്കെ കാടും പുല്ലും ഒക്കെ പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഈ അട്ട കയറിയിരിക്കും. അത് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറും കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഈ അട്ടയെ കാണുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനെ വിളിച്ചിട്ട് വന്ന് ചേട്ടനെ കൊണ്ടാണ് അതിനെ കൊല്ലിക്കുന്നത് കേട്ടോ. ആ ഒരു സൈസും അതിൻ്റെ കാലും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നമൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് കണ്ടിരിക്കുമ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ തന്നെ അതിനെ അടിച്ചു കൊല്ലും. പിന്നെ ആ സൈഡ് ഞാൻ അടിച്ചു കൂട്ടി അപ്പം തന്നെ നമ്മൾ അങ്ങ് കത്തിച്ചു കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കാറ്റിൽ അതെല്ലാം തിരിച്ച് എൻ്റെ മുറ്റത്തേക്ക് തന്നെ വന്ന് വീഴും. നേരെ ഫ്രണ്ട് സൈഡ് അടിക്കും പോലെയാണ് ഞാൻ ബാക്ക് സൈഡിൽ മുറ്റം അടിക്കാറ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇല വീഴുന്ന സൈഡ് അതാണ്. അപ്പോൾ അവിടെയും അടിച്ചൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ മോനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഞാനും കുളിച്ച് കയറി. പിന്നെ രാവിലെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിങ്കിൽ അങ്ങനെ ഇട്ടേക്കായിരുന്നു. കാരണം മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പോൾ കൊടിയെല്ലാം അടിച്ചത് കൊണ്ട് ഞാൻ വേഗം പോയി കുളിക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ നമ്മുടെ അടുക്കള എന്തായാലും ഇതോടുകൂടി അങ്ങ് ക്ലീനായി കിട്ടും. എങ്കിലും ഞാൻ സാധാരണ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോവാറ് കേട്ടോ. അപ്പോൾ കുളിക്കുന്നതായാലും എല്ലാം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും പൊടി നമ്മുടെ ദേഹത്തുണ്ട്. അപ്പോൾ മോനും ഉറക്കം വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ കുളിപ്പിക്കാണ്ട് കിടക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ജോലി മാറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷനൊക്കെ വരും കേട്ടോ. എന്ന് വെച്ചാൽ
ഓ അത് ചെയ്തില്ലല്ലോ, അത് ചെയ്യാണ്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്ത് തീർത്തിട്ടേ ഞാൻ ഇനി വേറെ എന്ത് കാര്യത്തിനും പോവുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയും അങ്ങനത്തെ പ്രവൃത്തിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. കാരണം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് പലതും ചെയ്യാൻ പറ്റാറില്ല. മോൻ സമ്മതിച്ചാലാണല്ലോ നമുക്ക് പകുതി കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഓക്കെ എന്നൊരു വാക്ക് ഈ ഇടയ്ക്കാണ് കേട്ടോ ഞാനിങ്ങനെ പ്രവൃത്തിയിലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയത്. സാരമില്ല, നമുക്ക് എപ്പോഴായാലും ഒതുക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് ഇപ്പോൾ. എന്നാലും ഞാൻ മാക്സിമം പറ്റുന്നതൊക്കെ അപ്പപ്പോൾ തന്നെ ഒതുക്കി വെക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഒട്ടും പറ്റാത്തതാണെങ്കിൽ മാത്രമേ പിന്നത്തേക്ക് വെക്കാറുള്ളൂ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ചേരം ഇരുന്നപ്പോഴേക്കും മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മോനുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഇന്ന്. ഇതേ ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ട ആൾ ഉച്ചയായപ്പോഴേക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് വരെ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. വീട്ടിലിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആളിറങ്ങുന്ന സമയപ്പോഴേക്കും ഞാൻ മോനെയും കൊണ്ട് ചാടി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചാടി കയറി പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മോനെ അവിടെ കൊടുത്തിട്ട് കുറച്ച് സമയം എനിക്കൊന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടുന്നതാണ് കേട്ടോ അങ്ങോട്ട്. ആള് എന്നെ അവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് ആള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ എനിക്ക് അവിടെ നിന്നൊരു പേരക്കൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ കറങ്ങിയൊക്കെ നടപ്പുണ്ടായിരുന്നു. മരങ്ങളും എല്ലാമൊക്കെ നോക്കി. അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് കളിച്ച് നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും പറമ്പിൽ പുല്ലൊക്കെ നല്ലോണം പൊടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മരുന്നടിച്ച് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ നല്ലോണം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ കുറച്ച് അലക്കിയ തുണിയൊക്കെ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതങ്ങനെ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് മോന് ഫുഡൊക്കെ കൊടുത്ത് മോനെ ഒന്ന് കുളിപ്പിച്ച് മോനെ അങ്ങ് കിടത്തി. എന്നിട്ട് പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസത്തെ പാത്രങ്ങളൂടെ നമുക്ക് രാത്രി കഴുകി ഒതുക്കി വെക്കണമല്ലോ. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്ക് കഴുകാണ്ടിരിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ദിവസം വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇരിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡെയിലി പാത്രമൊക്കെ കഴുകി ഒതുക്കി എടുത്തൊക്കെ വെച്ച് കിച്ചണും നമ്മൾ നല്ലോണം ക്ലീനൊക്കെ ആക്കി അതിന് ശേഷമാണ് കിടക്കാറുള്ളത്. തുണി എന്തായാലും ഇന്ന് മടക്കുന്നില്ല കേട്ടോ, നാളെ മടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ.